ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സിമ്പിളായിട്ട് ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് സാധാരണയൊരു ബീഫ് കറി, നമുക്ക് ചോറിനോ കപ്പയ്ക്കോ ഒക്കെ ഒപ്പം കഴിക്കാവുന്നത്. അതിനായി നമ്മൾ ആദ്യം ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണേ. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചു, തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 വലിയ സവോള എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ചു. ഇറച്ചിയും ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മൾ ഏതിലാണോ ഇറച്ചി വേവിക്കാനുള്ളത് ആ കുക്കർ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ചു. ഇത് ചിലർ കടുക് പൊട്ടിക്കാറില്ല, അത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ 2 സവോള ഇതിലേക്ക് ചേർക്കാം. അരിഞ്ഞു വെച്ചിരുന്ന ആ പച്ചമുളകും കറിവേപ്പിലയും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ തേങ്ങാക്കൊത്ത് കൂടി ചേർക്കാം. സവോള വാടി തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർക്കുവാണ്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇത്രയുമാണ് നമ്മളിതിലേക്ക് ചേർത്തത്. ആ കൂട്ട് നന്നായി ഇളക്കി അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ ബീഫ് കഷ്ണങ്ങൾ അതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എനിക്കിവിടെ കപ്പയ്ക്ക് യൂസ് ചെയ്യാനായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്താണ് കറി ഉണ്ടാക്കിയത്. അത് ആവശ്യമുണ്ടെങ്കിൽ മതി. അതല്ല കുറച്ചുകൂടി കുറുകിയ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട കാര്യം തന്നെ ഇല്ല. എന്നിട്ട് ഇത് നന്നായി ഇളക്കി പിടിപ്പിക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഇത് വേവിക്കാം. കുക്കറിൻ്റെ വിസിലൊക്കെ ഓരോരുത്തരുടെയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. വെന്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വേവും ഉപ്പും ഒക്കെ ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറി ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു മേമ്പൊടിക്കായി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരു നുള്ള് ഗരം മസാലയും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ശകലം കറിവേപ്പില കൂടെ അതിലേക്ക് ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം ഇത് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. നമുക്ക് ഇത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. ചാറ് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. എനിക്കിത് കറക്റ്റായിരുന്നു കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട്.